ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം മഹനീയ ചരിത്രായ മമതാരഹിതാത്മനെ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ജയ നാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ. പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ തൃപ്പാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആത്മസഹോദരങ്ങളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം 144 ഭാഗം അവതരണം തുടർച്ച. പഴം മുഴുവനും കൊണ്ടുവരാമോ? അമരവിളാകത്ത് ഗോവിന്ദനാശാനും മഞ്ചാടിവിള ഗോവിന്ദൻ പിള്ളയും വലിയ സുഹൃത്തുക്കളായിരുന്നു. ഗോവിന്ദനാശാൻ വലിയ ഗുരുഭക്തനായിരുന്നതിനാൽ എപ്പോഴും ഗുരുദേവനെ പറ്റി ഗോവിന്ദപിള്ളയോട് സംസാരിക്കുമായിരുന്നു. ഒരു ദിവസം ഗോവിന്ദപിള്ള ആശാനോട് ഇങ്ങനെ പറഞ്ഞു: എൻ്റെ വീട്ടിലൊരു വാഴ കുലച്ചിട്ടുണ്ട്. അത് പഴുക്കുന്ന സമയം ഗുരുദേവൻ അമരവിളാകത്ത് വന്നാൽ ആ കുല ഞാൻ തന്നെ ചുമന്നുകൊണ്ട് വന്ന് ഗുരുവിന് കാഴ്ചവെക്കാം. ഗോവിന്ദപിള്ളയ്ക്ക് ഗുരുദേവനിൽ ഭക്തിയും വിശ്വാസവും ഉണ്ടായിക്കണ്ടതിൽ ആശാന് വലിയ സന്തോഷമായി. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ മഞ്ചാടിവിളയിലെ ആ വാഴക്കുല വിളഞ്ഞ് പാകമായി. ഗോവിന്ദപിള്ള അത് വെട്ടി ഭദ്രമായി വെച്ചു. 5-6 ദിവസം കഴിഞ്ഞതോടെ പഴത്തിന് നിറം വീണു തുടങ്ങി. കുല പഴുത്തു തുടങ്ങിയ വിവരം ഗോവിന്ദപിള്ള ആശാനെ രഹസ്യമായി അറിയിച്ചു. കുല പഴുത്തു തുടങ്ങിയതല്ലേ ഉള്ളൂ, എല്ലാം നന്നായി പഴുത്തു വരട്ടെ, ഗോവിന്ദനാശാൻ പറഞ്ഞു. 2 ദിവസം കൂടി കഴിഞ്ഞു. പഴമെല്ലാം നല്ലവണ്ണം പഴുത്തിരിക്കുന്നതായി ഗോവിന്ദപിള്ള വീണ്ടും ആശാനെ അറിയിച്ചു. പിറ്റേന്ന് പ്രഭാതമായപ്പോൾ ഗുരുദേവൻ തൻ്റെ വസതിയുടെ പടിപ്പുര കടന്നു വരുന്നത് ഗോവിന്ദനാശാൻ കണ്ടു. ഗുരുദേവനെ പൂമുഖത്ത് നമസ്കരിച്ച് ഇരുത്തിയ ശേഷം ആശാൻ ഗോവിന്ദപിള്ളയുടെ അടുത്തേക്ക് പെട്ടെന്നൊരാളെ പറഞ്ഞയച്ചു. പിള്ള അമരവിളാകത്ത് ഓടിയെത്തി ഗുരുവിനെ വണങ്ങിയിട്ട് ഇപ്രകാരം പറഞ്ഞു: അവിടുത്തേക്കായി സങ്കല്പം ചെയ്ത് വീട്ടിൽ വച്ചിരിക്കുന്ന ഒരു കുല അങ്ങ് സ്വീകരിക്കണം. ഗുരുദേവൻ: കൊള്ളാമല്ലോ, എന്നാൽ അതിങ്ങോട്ട് കൊണ്ടുവന്നുകൂടെയോ? പിള്ള: ഇപ്പോൾ തന്നെ കൊണ്ടുവരാം. ഗുരുദേവൻ: കുലയിലെ പഴം മുഴുവനും കൊണ്ടുവരാമോ? പിള്ള: കുല അതുപോലെ തന്നെ കൊണ്ടുവന്നു കൊള്ളാം. ഗോവിന്ദപിള്ള മിന്നൽ വേഗത്തിൽ മഞ്ചാടിവിളയിലെത്തി. എന്നാൽ കുലയുമായി
മടങ്ങിയെത്തുവാൻ കുറേ താമസമുണ്ടായി. വൈകി വന്ന പിള്ള ആ കുല ഗുരുദേവന് കാഴ്ചയായി സമർപ്പിച്ചു. അപ്പോൾ ഗുരുദേവൻ തമാശ രൂപത്തിൽ ചോദിച്ചു, പഴം മുഴുവനും വന്നിട്ടുണ്ടോ? പിള്ള അത് കേട്ട് വിഷമിച്ചു നിന്നു. ഉടനെ ഗോവിന്ദനാശാൻ കാര്യം അന്വേഷിച്ചു. അപ്പോൾ പിള്ള വലിയ വ്യസനത്തോടെ പറഞ്ഞു, കുലയെടുക്കുവാൻ ചെന്നപ്പോൾ അടിപ്പടലയിലെ 2 പഴം എലി കടിച്ചിരിക്കുന്നതായി കണ്ടു. കുലയിലെ പഴം മുഴുവനും കൊണ്ടുവരാമോ എന്ന് ചോദിച്ചപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണല്ലോ ഞാൻ പോയിരുന്നത്. അതിനാൽ എലി കടിച്ച ഭാഗം അറിയാതിരിക്കാൻ അവിടം വച്ച് മുറിച്ച് കളയേണ്ടി വന്നു. അങ്ങനെ 6-7 പഴത്തിന്റെ കുറവ് വന്നിട്ടുണ്ട്. മനഃപൂർവമല്ലെങ്കിലും വാക്ക് തെറ്റിച്ചതിൽ ഖേദമുണ്ട്. അത് കേട്ടിട്ട് ഗുരുദേവൻ സാരമില്ല, വാക്ക് അല്ലല്ലോ, തെറ്റിയതല്ലേ. അവതാരവരിഷ്ടം സർവാനുഗ്രഹദായിനം നാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഗുരുദേവ കഥാസാഗരം. പഴം മുഴുവനും കൊണ്ടുവരാമോ? അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.